വഴിപിടിച്ചു പോകുന്ന കൌമാരത്തെ നേർവഴിക്ക് നയിക്കാൻ ഒന്ന് പൊട്ടിച്ചാലോ? ചോദ്യമുയർത്തുന്നത് തിരുവനന്തപുരം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ലഹരി മരുന്നുകളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗത്തിനെതിരെ ഹ്രസ്വചിത്രം തയ്യാറാക്കിയാണ് ഇവരുടെ പോരാട്ടം. എബി എന്ന കൌമാരപ്രായക്കാരന്റെ വഴിപിഴച്ചുപോയ ജീവിതവും തിരുത്തലുകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ലഹരിമരുന്നിന്റെ കെണിയിൽപ്പെട്ട സുഹൃത്തുക്കളെ നേർവഴിക്ക് നയിക്കാൻ എബി നടത്തുന്ന ശ്രമങ്ങളും ഒടുവിൽ ലഹരിക്ക് കീഴ്പ്പെടുന്നതുമാണ് ചിത്രത്തിൽ. ചില്ലറ 4 രൂപ സാധനം മടുത്തിട്ടാണ്. നാളെയും ട്യൂഷൻ, ഫുൾ ടൈം ട്യൂഷൻ. കട്ട് ചെയ്തിട്ട് അത് വല്ല ബീച്ചിലും പോവാം. ബീച്ചിലോട്ടൊക്കെ പോവാം. ആദ്യം വയറ്റിലോട്ട് വല്ലതും പോട്ട്. ഇത് മതിയാ? എന്തുണ്ടടാ കഴിക്കാൻ? തട്ടടിക്കാം. തട്ടോ? എന്റെ വായില് മുഴുവൻ പുണ്ണ. എനിക്കൊന്നും വേണ്ട. അപ്പൊ നാളെ ബീച്ച് ഫിക്സ് ചെയ്യാല്ലേ? നീ ഫിക്സ് ചെയ്യാളിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും മോശം സുഹൃത്ത് വലയങ്ങളുടെ അപകടവുമാണ് സംവിധായകൻ പറയുന്നത്. കുട്ടികളിലുള്ള അനുകരണ ഭ്രമവും പ്രലോഭനങ്ങളിൽ വീഴാനുള്ള സാധ്യതയും എടുത്തുകാട്ടുന്നുണ്ട്. അല്ലെ, ഇനി എന്താ പരിപാടി? ഇനി നേരെ ഏതെങ്കിലും തിയേറ്ററിലോട്ട്. അങ്ങനെയാണെങ്കിൽ ജെയിംസ് ബോണ്ടിന്റെ സിനിമയ്ക്ക് പോയാലോ? ഒന്ന് പോടെ എണിച്ച്. ചുമ്മാ ഗ്രാഫിക്സ് കാണിച്ച് ആളുകളെ പറ്റിക്കുന്ന പരിപാടി. ആര് പറഞ്ഞു ഗ്രാഫിക്സ് ആണെന്ന്? അതൊന്നും അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ടേ പറ്റുള്ളൂ. നീ ആ കോണ്ടോസോളേസ് കണ്ടാ? തൊള്ള അതിന്ന് അങ്ങനെ കെട്ടുന്ന മണ്ണിനടുത്ത് ചാടോടെ. നീ കണ്ട ആളെയാ അത്? അങ്ങനെ തമിഴിൽ നമ്മളെ രജനീന്റെ പടം കണ്ടാ പോരെ? സെന്റ് ജോസഫ്സിലെ +2 അവസാന വർഷ വിദ്യാർത്ഥി റോജിൻ പി തോമസ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. അഹമ്മദ് സുഹൈൽ, മനോജ് സന്ദേശ് എന്നിവർ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.